പഠിച്ച ഭാഗങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. മലയാളത്തിനും EVS-നും കുറച്ച് ചെറിയൊരു പാർട്ട് 3 ചെറിയൊരു സബ്ജക്ട് ഏതായിരുന്നു? ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിരുന്നു. സൈക്കോളജി മാത്രത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. മാത്സ് സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടുന്നില്ല. പൊതുവെ കുഴപ്പമില്ല, എന്നാലും എക്സാം ഈസി ആയിരുന്നു. പാസ്സാവുന്ന ഉറപ്പുണ്ടോ? അറിയില്ല. എയിം സ്റ്റഡി സെന്റർ എന്നാണ്. അപ്പൊ ഓൾറെഡി എയിംസിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങൾ അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഉദ്ദേശിച്ച പോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പഠിച്ച ഭാഗങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ എയിംസിൽ പഠിപ്പിച്ചതെല്ലാം വന്നിട്ടുണ്ടോ? ഏകദേശം തീർച്ചയായിട്ടും സൈക്കോളജി പാർട്സ് എല്ലാം വന്നിട്ടുണ്ട്. സബ്ജക്ട് ഏതായിരുന്നു? സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണ്. ടൈം കൺസ്യൂമിംഗ് പ്രോബ്ലംസ് ആണ് മാക്സിമം ഉണ്ടായിരുന്നത്. മാത്സിന്റെ ഭാഗങ്ങൾ പാടായിരുന്നു. സൈക്കോളജി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി എനിക്ക്. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഐ ഹോപ്പ് സോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തന്നെയാണ്. ടൈം മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. ടൈം മാനേജ്മെന്റ് കഴിഞ്ഞ വർഷത്തെക്കാളും ബെറ്റർ ആയിരുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ച് ഉണ്ടായിരുന്നു. ഫിസിക്കൽ സയൻസ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്. ആദ്യമായിട്ടാണ് എഴുതുന്നത്? ആദ്യമായിട്ടാണ്. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, എയിം സ്റ്റഡി സെന്റർ എന്നാണ്. കേട്ടിട്ട് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സൈക്കോളജി മാത്സ് ഒന്നും കുഴപ്പമില്ല. സമയം ഉണ്ടായിരുന്നില്ല? സമയമൊക്കെ ഉണ്ടായിരുന്നു. മലയാളത്തിന് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. മലയാളത്തിനും EVS-നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? എല്ലാം അറ്റൻഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ കേട്ടിട്ട് എന്തായാലും നിങ്ങൾ കേട്ടിട്ട് അടുത്ത LPUP എക്സാം എന്തായാലും വൈകാതെ ഉണ്ടാവും. അപ്പൊ എയിം സ്റ്റഡി സെന്റർ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ. എയിം സ്റ്റഡി സെന്റർ എന്നാണ്. എങ്ങനെയായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് ചെറിയൊരു പാർട്ട് 3 ചെറിയൊരു സബ്ജക്ട് ഏതായിരുന്നു? ഇംഗ്ലീഷ് തന്നെയാണ്. ടൈം മാനേജ്മെന്റ് ഓൾ ടുഗെദർ കുഴപ്പമില്ല. കഴിഞ്ഞ എക്സാം ഒന്നും അപേക്ഷിക്കും ഇപ്രാവശ്യം എങ്ങനെയായിരുന്നു? ഫൈൻ. ടൈം മാനേജ്മെന്റ് കിട്ടിയോ? ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നു. പൊതുവെ സബ്ജക്ട് ഏതായിരുന്നു? ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിരുന്നു. ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സമയമൊക്കെ ഉണ്ടായിരുന്നു. എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ പ്രീവിയസ് ചെക്ക് ചെയ്തതിൽ വെച്ചിട്ട് എളുപ്പമുള്ള എക്സാം ആയിരുന്നു. താങ്ക് യു. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? ടൈം മാനേജ്മെന്റ് ഒക്കെ കിട്ടിയോ? ഏതായിരുന്നു സബ്ജക്ട്? ഞങ്ങൾ സംസ്കൃതം. ഓക്കെ. പിന്നെ സൈക്കോളജിയുടെ ഭാഗങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും പാസ്സാവും. എക്സാം കുഴപ്പമില്ല. സൈക്കോളജി മാത്രത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. എക്സാം അപേക്ഷിച്ച് നോക്കുമ്പോൾ നന്നായിരുന്നു. സബ്ജക്ട് ഏതായിരുന്നു? മലയാളം. താങ്ക് യു. എയിം സ്റ്റഡി സെന്റർ എന്നാണ്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് സോൾവ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടുന്നില്ല. ടൈം മാനേജ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എഴുതുന്നത്? ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഏത് സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു. ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് തമിഴായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ടൈം കിട്ടിയില്ല. മേ ബി. എയിം സ്റ്റഡി സെന്റർ എന്നാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഈസി ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈസി ആയിരുന്നു. ടൈം മാനേജ്മെന്റ് കിട്ടി. സബ്ജക്ട് ഏതായിരുന്നു? ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ. ലാംഗ്വേജ് മലയാളം. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. പാസ്സാവുന്ന ഉറപ്പുണ്ട്. എക്സാം കുഴപ്പമില്ല. ടൈം മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. സബ്ജക്ട് ഏതായിരുന്നു? ഞാൻ നാച്ചുറൽ സയൻസ്. കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് ഞാൻ സെക്കൻഡ് ടൈം എഴുതുന്നത്. പാസ്സാവുന്ന ഉറപ്പുണ്ടോ? അറിയില്ല, പോയിട്ട് വേണം ആൻസർ എയിം സ്റ്റഡി സെന്റർ എന്നാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. എളുപ്പമായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്തോ? ടൈം മാനേജ്മെന്റ് ഒക്കെ ശരിയായിരുന്നു. ഓക്കെ. സബ്ജക്ട് ഫിസിക്കൽ സയൻസ്. ലാംഗ്വേജ് ഒക്കെ ഇംഗ്ലീഷ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കാലം എളുപ്പമായിരുന്നു. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. സബ്ജക്ട് ഏതായിരുന്നു? നാച്ചുറൽ സയൻസ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓക്കെ. ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് എഴുതുന്നത്? അല്ല, രണ്ടാമത്തെ. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? എത്ര മാർക്ക് കിട്ടുന്നത്? അതറിയില്ല, നോക്കണം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പൊതുവേ മുന്നത്തെക്കാൾ എളുപ്പമുള്ള ഒരു പരീക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയത്. ടൈം മാനേജ്മെന്റ് ഉണ്ടായിരുന്നോ? ടൈം സമയത്തിന് എഴുതാൻ പറ്റി. എല്ലാം അറ്റൻഡ് ചെയ്തോ? എല്ലാ ദിവസവും. ഞാൻ ഫിസിക്കൽ സയൻസ് ആണ്. ലാംഗ്വേജ് മലയാളം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ടൈം മാനേജ്മെന്റ് കിട്ടി. കിട്ടി. എല്ലാം എഴുതാൻ പറ്റി. സബ്ജക്ട് സോഷ്യൽ സയൻസ്. ലാംഗ്വേജ് മലയാളം. പാസ്സാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർമൽ ആൻസർക്ക് വന്നാൽ എയിം സ്റ്റഡി സെന്റർ എന്നാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നല്ലതായിരുന്നു. എല്ലാം എഴുതാൻ പറ്റിയോ? ടൈം മാനേജ്മെന്റ് ഒക്കെ കിട്ടി. കറക്റ്റ് ആയിരുന്നു. ഏതായിരുന്നു സബ്ജക്ട്? സോഷ്യൽ സയൻസ്. ലാംഗ്വേജ് മലയാളം. ഓക്കെ, താങ്ക് യു. എക്സാം പൊതുവെ കുഴപ്പമില്ല, എന്നാലും അല്ല, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. KTET 3 സബ്ജക്ട് സോഷ്യൽ സയൻസ്. ലാംഗ്വേജ് ഇംഗ്ലീഷ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒന്നുകൂടി ടഫായോ എന്നൊരു സംശയം. പ്രാവശ്യം നന്നായി പ്രിപ്പയർ ആയിരുന്നു.
നമ്മളിപ്പോൾ കാര്യമായിട്ടും ജിയോഗ്രഫി എക്കണോമിക്സ് പാർട്സാണ് വരുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസ് സൈക്കോളജി കുഴപ്പമില്ല. നമ്മൾ സോഷ്യൽ സയൻസിൽ കാര്യമായിട്ടും ഹിസ്റ്ററിക്കല്ല പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത്. കാര്യമായിട്ടും എക്കണോമിക്സ് ജിയോഗ്രഫിയാണ് കാര്യമായിട്ടും കൊടുത്തിട്ടുള്ളത്. പഠിച്ച ഭാഗങ്ങളൊക്കെ തന്നെയായിരുന്നു വന്നത്. ആ പഠിച്ച ഭാഗങ്ങൾ വന്നിരുന്നു. എന്നിരുന്നാൽ പോലും ഒന്നുകൂടി ടഫായിരുന്നു എക്സാം. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും പാസ്സാവട്ടെ. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നന്നായിട്ട്. ആദ്യമായിട്ടാണ് എഴുതുന്നത്? അല്ലല്ല, അതെ, ലാംഗ്വേജ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് തോന്നുന്നത്. ഓക്കെ. സബ്ജക്ട് ഏതായിരുന്നു? മാത്സ് ആയിരുന്നു അല്ലേ? സൈക്കോളജി എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും? എല്ലാം അറ്റൻഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ പാസ്സാവുന്ന ഉറപ്പുണ്ട് അല്ലേ? ഒരു ചെറിയൊരു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സെന്ററിനാണ് KTET എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്കോളജി കുറച്ച് ടഫായിരുന്നു. കഴിഞ്ഞ വർഷം പഠിച്ച അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു? ഇല്ല, കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ എളുപ്പമാണ് കുറച്ച് ടഫായിരുന്നു. മാത്സ് കുഴപ്പമില്ല. ഇംഗ്ലീഷ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും? എല്ലാ ക്വസ്റ്റ്യനും ഓക്കെ. അപ്പോൾ ഈ വർഷത്തെ KTET എക്സാം പാസ്സാവുന്ന അടുത്ത എക്സാം പാസ്സാവും.